യെസ്, അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും നമ്മുടെ ലൈഫിനെ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 പോഡ്കാസ്റ്റിംഗ് ചാനൽ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. യെസ്, നമ്മളെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പോഡ്കാസ്റ്റിംഗ് ചാനലുകളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുള്ള, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള, ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ചാനലുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 5 ചാനലാണ് ഈ ഒരു 5 എന്ന് പറയുന്നത്. ഈ 5 ലാസ്റ്റത്തെ ചാനൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 ചാനലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഉറപ്പാണ്. കാരണം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചുരുക്കം ചില ചാനലുകളിൽ പെട്ട ഒരു 5 ഈ 5 പറയാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ ചാനൽ എന്ന് പറയുന്നത് ഈ 5 ആകെ ഒരൊറ്റ മലയാളം ചാനലിനെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ചോയ്സാണ്. അപ്പോൾ ആ ഒരു മലയാളം ചാനൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇബാദ് റഹ്മാൻ ടെക് പോഡ്കാസ്റ്റ്. ഞാൻ ഈ ഒരു ചാനൽ സെലക്ട് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ നമുക്ക് ഇൻഫോർമേഷൻസും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ക്വാളിറ്റി ചാനൽ എന്ന് പറയുന്നത് ഒന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തുണ്ടാകും സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പണ്ടൊക്കെ നമ്മളെ യൂട്യൂബ് ഇൻഡസ്ട്രി തുടങ്ങുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ വരുന്നതിനൊക്കെ മുമ്പ് യൂട്യൂബിൽ നിന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, നമുക്കറിയാം അവരൊക്കെ. അപ്പോൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ ഒരു ഇബാദ് റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ആ സമയത്ത് ചെയ്തത് മെയിനായിട്ടുള്ള മൊബൈൽ ഫോണുകളുടെ റിവ്യൂ, മൊബൈൽ ഫോണിൻ്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക, അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക, അങ്ങനത്തെ ചാനൽസ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് അത് ചെയ്യുന്നത് വഴി പ്രത്യേകിച്ച് നമ്മളെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല എന്ന് കണ്ട സമയത്ത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ബിസിനസ്സും നമ്മളെ നാട്ടിൽ നിന്ന് വളർന്നു വന്നുള്ള ഒരുപാട് ആൾക്കാരെ ജേണി കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാനലായിരുന്നു ഇബാദ് റഹ്മാൻ ടെക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും എല്ലാവരും എന്താക്കുക, ഒന്ന് കയറി നോക്കുക എന്നുള്ളതാണ്. എനിക്കിത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചാനലും കൂടെ ഉണ്ട്, സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ അതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. ജസ്റ്റ് ഞാൻ പറയാം, സ്പാർക്ക് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നമ്മളെ ഈ ഒരു ചെറിയ നമ്മളെ കൊച്ചു കേരളത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങി വന്നിട്ട് വലിയ ബിസിനസ്സൊക്കെ പൊക്കിയെടുത്ത ആൾക്കാരെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ പോലുള്ള സംഭവമാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് വേറെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് വേറെ ഒന്നുമില്ല, ഇബാദ് റഹ്മാൻ ടെക് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് എന്നുള്ള അതൊന്നും ചെക്ക് ചെയ്യുക. അതിൽ ഒരുപാട് ചെറിയ സംരംഭകരൊക്കെ വളർന്നു വന്നിട്ടുള്ള ജേണി, അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള ഒരു നല്ലൊരു പോഡ്കാസ്റ്റിംഗ് ചാനലാണ്, ക്വാളിറ്റി പോഡ്കാസ്റ്റിംഗ് ചാനലാണ് ഇബാദ് റഹ്മാൻ ടെക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാനൽ ഹിന്ദിയിലുള്ളതാണ്, രാജ് ശമാനി എന്നാണ് ആ ചാനലിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് രാജ് ശമാനി എന്നാണ്. നമ്മൾ ഓൾറെഡി ഒരു ബുക്ക് റിവ്യൂ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഓൾറെഡി ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബിൽഡ് ഡോണ്ട് തിങ്ക് എന്നുള്ളൊരു ബുക്ക്. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ ഓഥറും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ഫിലിം ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ ലൈഫ് ജേർണീസ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി പോഡ്കാസ്റ്റിംഗ് ചാനലാണ് ഈ ഒരു രാജ് ശമാനിൻ്റെ ചാനൽ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും എടുത്ത് നോക്കുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സിലുള്ള കുറേ കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചാനലാണ് രാജ് ശമാനിൻ്റെത്. മെയിൻലി ഹിന്ദിയാണ് ആ ഒരു ചാനലിൽ വരുന്നത്. ഒരു കോൺവെർസേഷനിൽ ഇംഗ്ലീഷ് കുറച്ച് ടോക്ക് ചെയ്യുന്നുള്ളൂ, മെയിൻലി അത് ഹിന്ദിയിലാണ് പോകുന്നത്. പക്ഷെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് രാജ് ശമാനിൻ്റെ എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തതാണ് ദി ഡയറി ഓഫ് എ CEO. ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു ചാനലിനെ പറ്റി അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചാനൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ വേൾഡ് വൈഡ് നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റാണ് ഈ ഒരു ചാനൽ വരുന്നത്. ഇപ്പോൾ വലിയ ബുക്കുകൾ എഴുതി നല്ല രീതിയിൽ മില്യൺസ് ഓഫ് കോപ്പിയിട്ട് വിറ്റഴിക്കപ്പെട്ടുള്ള ബുക്കിൻ്റെ ഓതേഴ്സ്, അതുപോലെ തന്നെ വലിയ കമ്പനീസിലൊക്കെ CEO ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടുന്ന് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്ത് ഈ ഹൈ പൊസിഷനിൽ ബിസിനസ് ചെയ്ത് ഹൈ ലെവലിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വേൾഡ് വൈഡ് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ അവരെ എക്സ്പീരിയൻസുകളും അവരുടെ ലൈഫിലായിട്ടുള്ള സ്ട്രഗ്ലിങ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു ചാനലാണ് ഈ ഒരു ദി ഡയറി ഓഫ് എ CEO എന്ന് പറയുന്നത്. അത് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കുന്ന ഒരു ചാനലാണ്. നാലാമത്തെ ചാനൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെ പറ്റിയിട്ട് എപ്പോഴും നോക്കുന്ന ഒരാളാണ്. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് അലി അബ്ദാൽ എന്ന് പറയുന്നത്. അതിന് കുറച്ച് മുമ്പാണ് പോഡ്കാസ്റ്റിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, ഡീപ് ഡൈവ് വിത്ത് അലി അബ്ദാൽ എന്നാണ്. ആ ഒരു ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതും ഞാൻ പറഞ്ഞത് മെയിൻലി ഓതേഴ്സാണ് അതിൽ വരുന്നത്. നമ്മൾ ഒരുപാട് ബുക്കുകളൊക്കെ എഴുതി, നല്ല പോപ്പുലർ ആയിട്ടുള്ള ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ, അവരെ കൊണ്ടുവന്നിട്ട് ആ ഒരു ബുക്കും അവരും കൂടി വെച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ വെച്ചിട്ടുള്ള ഒരു പോഡ്കാസ്റ്റും ചെയ്യുന്നത്. അത് നല്ല സിമ്പിളായിട്ട് കേട്ടിരിക്കാൻ പറ്റും, നല്ല സ്മൂത്തായിട്ട്. അലി അബ്ദാലിൻ്റെ സംസാരം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഒരു ഫ്ലോ ആണ് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ്. നമുക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ കേൾക്കാൻ പറ്റിയ ഒരു പോഡ്കാസ്റ്റാണ്, ഒരു ചാനലാണ് ഡീപ് ഡൈവ് വിത്ത് അലി അബ്ദാൽ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ് അഞ്ചാമത്തെ ചാനൽ, ബിയർ ബൈസെപ്സ്. റൺവീറിനാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. ഇതിനൊരു ഹിന്ദിയിൽ ചാനലും കൂടെ ഉണ്ട്. ബിയർ ബൈസെപ്സിൻ്റെ ഹിന്ദി ചാനൽ റൺവീർ അലഹാബാദി, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് വരുന്നത്. അങ്ങനെ വേറെ ഒരുപാട് ചാനൽസ് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ 2 ചാനൽ, ഒന്ന് ബിയർ ബൈസെപ്സ് ഇംഗ്ലീഷിലുള്ളതും ഒന്ന് റൺവീർ അലഹാബാദിയാണ്. രണ്ടിനും ഏകദേശം
7 മില്യൺ 8 മില്യൺ ആ റേഞ്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മളെ മെൻറ്റൽ ഹെൽത്ത്, നമ്മളെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മളെ ഇനി പൊളിറ്റിക്സിനെ പറ്റിയിട്ടായാലും സ്പിരിച്വാലിറ്റിനെ പറ്റി ഇത്രയും സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഞാൻ അവരെ കണ്ടിട്ടില്ല. അത്രയും നല്ല പോഡ്കാസ്റ്റുകളായാലും വരുന്ന ഗസ്റ്റുകളായാലും സ്പിരിച്വാലിറ്റി, സെക്സ്, എല്ലാ കാര്യങ്ങളും, അങ്ങനെ ഒരു മനുഷ്യൻ കോമൺലി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെ പറ്റുന്ന ഡീപ്പായിട്ട് അതിൽ എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു കിട്ടിലൻ ചാനലാണ് ഈ ഒരു ബിയർ ബൈസെപ്സ് അല്ലെങ്കിൽ അലഹബാദിയ എന്നുള്ള ഈ ഒരു ചാനൽ. നിങ്ങൾ എന്തായാലും കേട്ട് നോക്കുക. ഈ പോഡ്കാസ്റ്റിന് പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ അധികം ഇപ്പോൾ ജിമ്മിലാണ് നമ്മൾ ആ ഒരു 10,000 സ്റ്റെപ്സ് നടക്കുന്നത് അല്ലേ, ആ സമയത്ത് ഒരു 90% ഞാൻ അധികം ഈ പോഡ്കാസ്റ്റ് കേൾക്കുകയാണ് ചെയ്യാറ്. ലാസ്റ്റിലേക്കുള്ളൊരു പുഷിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ പാട്ടിലേക്ക് പോകുന്നുള്ളൂ. അധികം ഈ പോഡ്കാസ്റ്റിലേക്കാണ് ചെയ്യും. പിന്നെ ലോങ് എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ റൈഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അധികം ഈ ഒരു ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യൽ. നമുക്ക് ആ ഒരു ഫുൾ കണ്ടന്റ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, ആ സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ ഈ ഒരു കാലം മാറുന്നുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ പോഡ്കാസ്റ്റിലേക്ക് വന്ന് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പോഡ്കാസ്റ്റിൻ്റെ ഒരു വലിയൊരു ബൂം തന്നെ വരുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതെന്തായാലും വരും. ഇപ്പോൾ തന്നെ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 ചാനൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒന്നാമത് മലയാളത്തിലുള്ള നമ്മളെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ചാനലാണ് ഇബാദ് റഹ്മാൻ ടെക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ രാജ് ഷമാനി, ആരും വിട്ടുപോകണ്ട. മൂന്നാമത്തെ ഡയറി ഓഫ് CEO. നാലാമത്തെ ഡീപ് ഡൈവ് വിത്ത് അലി അബ്ദൽ. അഞ്ചാമത്തെ ബിയർ ബൈസെപ്സ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹിന്ദി ചാനൽ തൻവീർ അലഹാബാദിയ. ഈ 5 ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാനൽ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴത്തുണ്ടാക്കി ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.